മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങളെ മതക്കാർ മുഴുവനും പേരെടുത്തുകൊണ്ടാണ് ഉസ്താദുമാരെ ലോക മുസ്ലിമീങ്ങൾ മുശ്രിക്കാക്കുന്നത്. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്ക് ലോക മുസ്ലിമീങ്ങൾ മറന്നിട്ടില്ല. അതൊന്നുകൂടെ കേട്ടുനോക്ക്. ഒരു സംഭവം ഞാൻ എൻ്റെ വക മനസ്സിലുണ്ടാക്കി പറയണിപ്പോ. നാളെ മത്സരയില് മരണമൊക്കെ കഴിഞ്ഞ് മത്സരയില് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി അവിടെ അബൂജഹലും അബൂബക്കറും കാണുകയാണ്. ഏതബൂക്കർ? അബൂജഹലും അബൂബക്കറും. ഏതബൂക്കർക്ക് മനസ്സിലായല്ലോ? കേരളത്തിലെ അബൂബക്കർ. ഈ അബൂബക്കറും അബൂജഹലും കാണുമ്പോൾ അബൂജഹൽ ചോദിക്കുകയാണ്, ഞാൻ അബൂജഹല് മുഹമ്മദ് നബീന്റെ എതിരാളിയായിരുന്നു. അപ്പൊ നിങ്ങളോ? ഞാൻ കാന്തൂർ അബൂബക്കർ, മുഹമ്മദ് നബീന്റെ അനുയായിയാ. നിങ്ങൾ മുഹമ്മദ് നബീന്റെ അനുയായി, ഞാൻ മുഹമ്മദ് നബീന്റെ ശത്രു. ഓ ശരി. അല്ല, ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? കാന്തപുരം CM വലിയുള്ള. അപ്പൊ അബൂജഹൽ പറയണം, എന്നാലേ അന്നേക്കാൾ എത്രയോ നല്ല ആളാ ഞാൻ, അന്നേക്കാൾ എത്രയോ ബെറ്റർ എന്റെ വിശ്വാസം. കേട്ടില്ലേ? നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പേരെടുത്തുകൊണ്ട് പറയുന്നു, നാളെ മഹ്ശറിൽ വരുമ്പോ അബൂജഹലും ശൈഖുന ഉസ്താദും കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ജ്യേഷ്ഠൻ മനക്കോട്ട കെട്ടിയ ഒരു കഥ അവിടെ അവതരിപ്പിക്കുകയാണ്. അബൂജഹൽ പറയും പോലും കാന്തപുരം ഉസ്താദാണ് എന്നെക്കാളും അഥവാ അബൂജഹലിനെക്കാളും വലിയ മുശ്രിക്ക് കാന്തപുരം ഉസ്താദാണ് എന്ന് പറയുമെന്ന് നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠൻ വരെ പ്രസംഗിച്ചിട്ടില്ലേ? പേരെടുത്തുകൊണ്ടല്ലേ മുശ്രിക്കാക്കിയത്? നിങ്ങളുടെ വാദം എന്താ? പേരെടുത്തുകൊണ്ട് മുശ്രിക്കാക്കാൻ പറ്റൂല, അത് തെറ്റാണ്, അത് ഹറാമാണ്. എന്നാ പിന്നെ നിങ്ങളുടെ ജ്യേഷ്ഠൻ ഹറാം ചെയ്യുന്ന മനുഷ്യനാ, നിങ്ങളും ഹറാം ചെയ്യുന്നവരാ. ഒക്കെ ഹറാം. ആദ്യം ജ്യേഷ്ഠനെ തിരുത്ത്. നിങ്ങളുടെ ജ്യേഷ്ഠനാ പറഞ്ഞത് കാന്തപുരം ഉസ്താദ് അബൂജഹലിനെക്കാളും മോശപ്പെട്ടവരാണെന്ന്. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് നിങ്ങളുടെ ജ്യേഷ്ഠൻ പറയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് ഹറാമാണ് എങ്കിൽ ആ മുജാഹിദ് ബാലുശ്ശേരിയെ പോയിട്ട് നന്നാക്കിയിട്ട് വാ. നിങ്ങളും പറയുന്നു ശിഹാബ് ചോറ്റൊരു മുശ്രിക്കാണ്, നിങ്ങളുടെ ജ്യേഷ്ഠനും പറയുന്നു മുശ്രിക്കാണ്. മാത്രമാണോ? ആ തെളിവുകളൊക്കെ ഞാൻ കൊണ്ടുവന്നാൽ പറഞ്ഞാൽ വീഡിയോ ദൈർഘ്യമായി പോകും. നിങ്ങളുടെ മുൻഗാമികളായ നേതാക്കന്മാർ വരെ അവരുടെ മാസികകളിൽ പേരെടുത്തുകൊണ്ട് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ടില്ലേ? ഉദാഹരണമായി ഉമർ മൗലവിയുടെ സൽസബീൽ ഒന്ന് വായിച്ചു നോക്കുക. ഉമർ മൗലവിയുടെ സൽസബീൽ 1985 ഡിസംബർ മാസത്തിൽ ഇറക്കപ്പെട്ട സൽസബീലിൽ കാണാം, ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. നിങ്ങളുടെ മുൻഗാമിയായ ഉമർ മൗലവി പോലും സൽസബീലിൽ വ്യക്തമായി കൊണ്ട് പേരെടുത്തുകൊണ്ട് കാന്തപുരം ഉസ്താദിനെയും EK ഉസ്താദിനെയും കൂറ്റനാട് ഉസ്താദിനെയും പേരെടുത്തുകൊണ്ട് മുശ്രിക്കാക്കി ചിത്രീകരിച്ചത് നിങ്ങളുടെ മാസികകളിൽ കാണാം. മാസികയിൽ ഉണ്ട്. ഉമർ മൗലവി ഹറാം ചെയ്യുന്നവരാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ലോകത്തുള്ള ഇമാമിങ്ങൾ മുഴുവൻ തെറ്റുകാരാ എങ്കിൽ നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന നിങ്ങളുടെ ജ്യേഷ്ഠനും തെറ്റുകാരനാണ്, ഹറാം ചെയ്യുന്നവരാ. ശിഹാബ് ചോറ്റൂര് ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖിന്റെ മക്ബറയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യൽ പച്ച ശിർക്കാണെങ്കിൽ ആ പച്ച ശിർക്ക് ചെയ്യുന്നവന്റെ പേര് മുസ്ലിം എന്നാ ആണോ? പച്ച ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കല്ലേ? ഇത് ഏത് 1ാം ക്ലാസ്സിലെ കുട്ടിയും പഠിപ്പിച്ചു തരൂലേ? അതാണോ വിമർശനവുമായിട്ട് വരുന്നത്? അപ്പൊ നിങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞത് പച്ച നുണയാണ്. ഒരു വീഡിയോയിൽ പറയുന്നു, അടുത്ത വീഡിയോയിൽ വൈരുദ്ധ്യം പുലമ്പുന്നു. നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വെല്ലുവിളി അങ്ങ് കേട്ടപ്പോഴത്തേക്കും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ പച്ച കള്ളത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ, ഒരു ലജ്ജ വേണ്ടേ? ഞാൻ മുജാഹിദിന്റെ നേതാവാണെന്ന് കരുതിയിട്ട് വായിൽ തോന്നുന്ന പച്ച നുണകളൊക്കെ പൊതുസമൂഹത്തോട് പറയലാണോ? എന്താ നിങ്ങൾ രണ്ടാമതായിട്ട് പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു നോക്കാം. നോക്കൂ, നിങ്ങൾ ഇദ്ദേഹം എന്നോട് ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, അഖീദയുടെ ഉസൂൽ അറിയുന്ന ഒരാൾ ഇങ്ങനെ പറയുകയില്ല. ഇദ്ദേഹത്തിന് അത് അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയെയും തഅയീൻ ചെയ്തുകൊണ്ട് ഇന്നാൽ ഇന്ന വ്യക്തി കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തക്ഫീർ ചെയ്യാൻ നമുക്ക് പാടില്ലാത്തതാണ്. അതിനൊക്കെ ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിലുണ്ട്. ഷിർക്ക് എന്താണ്, കുഫ്ർ എന്താണ്, നിഫാഖ് എന്താണ് എന്ന് വിശദീകരിക്കുകയല്ലാതെ വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞ് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയാൻ നമുക്ക് പാടില്ല.
എന്നാൽ ആ പാടില്ലാത്ത ആ ഹറാമ് ചെയ്യാനാണ് ഇദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നത്. എനിക്കത് സാധ്യമല്ല. വ്യക്തികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. ഏകദേശം ഇതിൻ്റെ മറുപടി ഒന്നാമത്തെ മറുപടി തന്നെയാണ്. മൂപ്പര് രണ്ടാമതായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്. രണ്ടാമത്തെ തടസ്സമായി കൊണ്ടുവന്ന കാര്യം ഒരാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ പറയാൻ പാടില്ല. എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവന്ന 3 ഉദ്ധരണികളും നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ശിഹാബ് ചോറ്റൂര് ചെയ്യുന്ന പച്ചയായ ശിർക്കാണെന്ന് പറയുന്നു. പച്ച ശിർക്ക് ചെയ്യുന്നവന്റെ പേരാണ് സിറാജേ മുശ്രിക്ക്. പച്ച ശിർക്ക് ചെയ്യുന്നവന്റെ പേര് മുസ്ലിം അല്ല, മുവഹിദല്ല, മുഅ്മിനല്ല. പച്ച ശിർക്ക് ചെയ്യുന്നവന്റെ പേരാണ് അദ്ദർസുൽ അവ്വലു മുശ്രിക്കുൻ. എന്ത് വിവരക്കേടാ ചങ്ങാതി. പച്ച ശിർക്ക് ചെയ്യുന്നു, ഞാൻ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങളെ ചികിത്സിക്കേണ്ടത് വേറെ സ്ഥലമാണ്. നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളോടൊപ്പം ഉള്ളവരും സൂക്ഷിച്ചു കൊള്ളുക. പിന്നെയോ നിങ്ങളെ ജ്യേഷ്ഠ സഹോദരൻ കാന്തപുരം ഉസ്താദിനെ മുശ്രിക്കാക്കി, അബൂജഹലിനെക്കാളും മോശപ്പെട്ടവരാക്കി. അതുപോലെ തന്നെ സൽസബീലിൽ ഉമർ മൗലവിയും ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയും EK ഉസ്താദിനെയും കൂറ്റനാട് ഉസ്താദിനെയും മുശ്രിക്കാക്കി. നിങ്ങൾ അവരെ പോയിട്ട് പഠിപ്പിച്ചിട്ട് വാ. ഉമർ മൗലവിയുടെ ഖബർ മാന്തിയിട്ടേ ഉമർ മൗലവിയോട് പഠിപ്പിച്ചിട്ട് വാ. അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയാവുന്ന ഇക്കാക്കാക്ക് പഠിപ്പിച്ചിട്ട് വാ. നിങ്ങളും സ്വയം പഠിക്ക്. എന്നിട്ട് മതി സുന്നികളുടെ മെക്കട്ടേക്ക് കയറാൻ. മനസ്സിലായോ? രണ്ടാമത്തെ കല്ല് വെച്ച നുണ. ഇനി മൂന്നാമത്തെ നുണയിലേക്ക് നമുക്ക് കടക്കാം. നമ്പർ 3, മൂന്നാമത്തെ നുണ. സമസ്തക്കൊരു വാദമുണ്ട് ഈ വിഷയത്തിൽ. ഔലിയാക്കളെ സംബന്ധിച്ച് മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആ സമസ്തയുടെ വാദം തുറന്നു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. അതേപോലെ തന്നെ അത്തരമൊരു വാദത്തെ സമർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തില്ല. എന്ത് നുണയാണ് പ്രിയപ്പെട്ട ഹബീബന്മാരെ. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക. മൂപ്പര് പറയുന്നു, ഞാനൊരു തെളിവും ഉദ്ധരിച്ചിട്ടില്ല, ഞാനൊരു പ്രാമാണികമായ ഗ്രന്ഥവും കൊണ്ടുവന്നിട്ടില്ല, വിശുദ്ധ ഖുർആനും കൊണ്ടുവന്നിട്ടില്ല, ഹദീസും കൊണ്ടുവന്നിട്ടില്ല, ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും കൊണ്ടുവന്നിട്ടില്ല. ഇമ്മാതിരി നുണ പറയണമെങ്കിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്കല്ലാതെ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾ വല്ല കിതാബിൻ്റെ ഉദ്ധരണികളും കൊണ്ടുവരാറുണ്ടോ? എൻ്റെ 2 ചോദ്യങ്ങൾ അങ്ങോട്ട് വന്നതിൻ്റെ ശേഷമല്ലേ, എന്നിൽ നിന്ന് കോപ്പി അടിച്ചിട്ടല്ലേ നിങ്ങൾ കിതാബ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്? മുമ്പുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ കിതാബ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ കിതാബ് പോസ്റ്റ് ചെയ്യേണ്ട രൂപം വരെ പഠിപ്പിച്ചു തന്ന ഉസ്താദാണ് ഞാൻ, കേട്ടോ. നിങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു കിതാബ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എത്ര തെളിവുകൾ ഉദ്ധരിച്ചു. ആ തെളിവിന്റെ കൂട്ടത്തിലല്ലേ ഹാഫിള് ദഹബിയുടെ വിഷയം ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ വല്ലാതെ കുടുങ്ങിപ്പോയില്ലേ? ഹാഫിള് ദഹബിയെ നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലേ? അല്ലാഹു അക്ബർ. അത് സുന്നത്ത് ജമാഅത്തിന് വിജയമാ. ഹാഫിള് ദഹബിയെ കുറ്റപ്പെടുത്തി നിങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ വോയിസ് ഇട്ടുകൊണ്ട് തന്നെ, നിങ്ങളെ ക്ലിപ്പിട്ടുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി നൽകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഞാൻ ഉദ്ധരിച്ച ഉദ്ധരണികളൊക്കെ എടുത്തിട്ടല്ലേ നിങ്ങൾ അപ്പുറം ഇപ്പുറം കട്ടിട്ട് മറുപടി പറഞ്ഞത്? നിങ്ങൾ ഇതിലെന്താ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട സഹോദര, നിങ്ങൾ ഇമ്മാതിരി നുണ പറയരുത്. ഞാൻ എമ്പാടും ഹദീസുകളും ആയത്തുകളും ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും ഉദ്ധരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്തത് കൊണ്ട്, നിങ്ങളുടെ അനുയായികൾ വരെ നിങ്ങളെ ചോദ്യം ചെയ്തതുകൊണ്ട്, നിങ്ങൾ തെളിവുകളുമായിട്ട് അഥവാ നിങ്ങളുടെ അനുയായികളുടെ കണ്ണിൽ പൊടിയിടുന്ന തെളിവുകളുമായിട്ട് നിങ്ങൾ വന്നു. ഇനി ആ തെളിവുകളൊക്കെ ഞാൻ പൊളിച്ച് തരിപ്പണമാക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി 4ാമത്തെ നുണയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? 4ാമത്തെ സിറാജുൽ ഇസ്ലാമിന്റെ ശുദ്ധമായ ഒരു കലർപ്പുമില്ലാത്ത 4ാമത്തെ നുണ ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ വിഷയത്തിലാണ്. നിങ്ങളിന് നുണ പറയാൻ പോകുന്നത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. നിങ്ങൾ ചർച്ചയ്ക്ക് ധൈര്യമായിട്ട് ചർച്ചക്ക് വാ. 10 കാരണം, 20 കാരണം, 10,000 കാരണം, ഞങ്ങൾക്ക് ഒരൊറ്റ കാരണമേ നിങ്ങളിൽ കാണുന്നുള്ളൂ, തടസ്സമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് പേടിയാ, നിങ്ങൾക്ക് ഭയപ്പാടാ, നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾ ഭീരുവാണ്. നിങ്ങൾ ചർച്ചക്ക് വരണമെന്ന വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. 4ാമത്തെ വിഷയം ഒന്ന് കേട്ടു നോക്കാം. ജാറങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമേ ഇല്ല എന്നുള്ളത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പറഞ്ഞതാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ഹദീസിൻ്റെ കിതാബുകളും അറിയില്ല, പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനങ്ങളും അറിയില്ല.
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താണ്? ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറും നേരെയാക്കാതെ വിടരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഖബർ, അതിനാണല്ലോ ജാറം ദർഗ എന്നൊക്കെ പറയുന്നത്. അത് മഹാന്മാരുടേതെന്നോ സാധാരണക്കാരുടേതെന്നോ വ്യത്യാസം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഒന്നുപോലും നിരപ്പാക്കാതെ വിടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂപ്പരുടെ വക ഒരു അർത്ഥം, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ശിഷ്യനോട് ഏൽപ്പിക്കപ്പെട്ട ഒരു ഹദീസ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ആ ഹദീസിന് എപ്പോഴും പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന, ഇൻഷാ അല്ലാഹ് ഈ ഒരു ചർച്ച കേട്ടതിൻ്റെ ശേഷം, ഈ ഒരു വീഡിയോ കേട്ടതിൻ്റെ ശേഷം ഈ ഹദീസിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിമീങ്ങളുണ്ടോ, വഹാബീസത്തിൽ പെട്ടുപോയ മുസ്ലിമീങ്ങളുണ്ടോ, അവരൊക്കെ രാജിവെച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വരണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഹദീസ് ഓതിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, അബുൽ ഇസ് വരെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് കാഫിരീങ്ങളുടെ ഖബറിനെ കുറിച്ചാണെന്ന അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളും ആ ഹദീസിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇമാമീങ്ങളുടെ ഒരു ഉദ്ധരണികളിലേക്കും ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുകയല്ലാതെ, ഇമാമീങ്ങളുടെ ഉദ്ധരണികൾ തൊടാതെ പച്ചക്കള്ളം ഇസ്ലാമിന്റെ പേരിലും മുസ്ലിമീങ്ങളുടെ പേരിലും ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ മേലിലും മഖബറകൾക്ക് മേലിലും ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ട് അതൊക്കെ പൊളിച്ച് തരിപ്പണമാക്കണമെന്ന് പലപ്പോഴും വാദിക്കുന്ന ഇവർ ഇവിടെ പിടുത്തം കിട്ടാതെ ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ് അയാൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഉദ്ധരണി വായിക്കലോടുകൂടി ഇയാളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വ്യാജ നിർമ്മിതികളും ഇൻഷാ അല്ലാഹ് ലോക സമുദായം കാണാൻ വേണ്ടി പോവുകയാണ്, കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഇമാം നവവിയുടെ ഇബാറത്ത് മൂപ്പരെന്ന് വായിക്കട്ടെ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു മുസ്ലിമിൽ എന്താ രേഖപ്പെടുത്തിയത്? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന് പറഞ്ഞാൽ ഫീഹി അന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറ. ഖബർ ഒരിക്കലും ഭൂമിക്ക് മേലെ അമിതമായി ഉയർത്താൻ പാടില്ല എന്നാണ്. അതാണ് സുന്നത്ത്. അപ്പോൾ സുന്നത്ത് എന്താണ്? ഖബർ ഉയർത്താൻ പാടില്ല. അതാണ് പറഞ്ഞത് ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന്. മറിച്ച് അദ്ദേഹം പറയുന്നത് ബൽ യുർഫഉ നഹ്വ ശുബ്രിൻ, ഒരു ചാൺ ഉയർത്താവുന്നതാണ്. വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ഷാഫിഈ മദ്ഹബ്. വമൻ വാഫഖഹു, ഷാഫിഈ മദ്ഹബിലെ മറ്റു പണ്ഡിതന്മാർക്കും ഇതേ അഭിപ്രായമാണ്. മൗലവി, നിങ്ങൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ചെങ്കിലും കിതാബോധി പഠിക്കുവാൻ വേണ്ടി എൻ്റെ മുമ്പിലേക്ക് വരണമെന്നാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. അത് ഞങ്ങളെ മദ്ഹബാ. അത് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ മഖ്ബറകൾ എന്നവിടെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉദ്ധരിച്ച രണ്ട് ഉദ്ധരണികളും ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണികളാണ്. ആ ഉദ്ധരണികളിൽ പറയുന്ന അതേ പ്രകാരമാണ് ലോക മുസ്ലിമീങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഉമ്മയുടെ ഖബർ ഒരു ചാണെ ഉയർത്തപ്പെട്ടിട്ടുള്ളൂ, ഞങ്ങളെ വാപ്പയുടെ ഖബർ ഒരു ചാണെ ഉയർത്തപ്പെട്ടിട്ടുള്ളൂ. അതൊക്കെ സാധാരണക്കാരുടെ ഖബറുകളാണ്. അത് എമ്പാടും അഇമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് തിരിയാത്തതിന് ഞങ്ങളാണ് ഉത്തരവാദി. ഇമാമീങ്ങൾ മുഴുവനും ആ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പറയപ്പെട്ടത് അമ്പിയാക്കന്മാരുടെ മഖ്ബറകളെ കുറിച്ചല്ല, ആ പറയപ്പെട്ടത് ഔലിയാക്കന്മാരുടെ മഖ്ബറകളെ കുറിച്ചല്ല. ഉദാഹരണമായി ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മുഹ്താജി എന്ന ഗ്രന്ഥം, നിഹായ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായയുടെ 3ാമത്തെ വോള്യം 41ാമത്തെ പേജിൽ കാണാം. എന്താണ്? കേട്ടുപഠിച്ചോ. വമഹല്ലു ദാലിക, വമഹല്ലു ദാലിക, ബിനാ പറ്റൂല, എടുപ്പുകൾ പറ്റൂല എന്ന് പറഞ്ഞത് കമാ ഖാലൽ മുവഫഖ് ഇബ്നു ഹംസത ഫീ മുശ്കലിൽ വസീത് മാ ലം യകുനിൽ മദ്ഫൂൻ സ്വഹാബിയ. മറമാടപ്പെടുന്ന വ്യക്തി സ്വഹാബിയാകാതിരിക്കുമ്പോഴാണ്, ഔ മിമ്മൻ ഇസ്തുഹിറത്തു വിലായത്തുഹു, അതല്ലെങ്കിൽ വിലായത്ത് അറിയപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആകാതിരിക്കുമ്പോഴാണ്
അവിടെയാണ് കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അവിടെ ബിനാ പറ്റൂല എന്ന് പറയുന്നത്, ഖുബ്ബ പറ്റൂല എന്നുള്ളത്. വ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ അഥവാ അമ്പിയാക്കന്മാരും സ്വഹാബത്തും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുമാണെങ്കിൽ അതെ നുരുമ്പിപ്പോയാൽ പോലും ആ ഖബറിനെ ഒരിക്കലും പൊളിച്ചെടുക്കാൻ പാടില്ല. വഅയ്യദഹു മാത്രമല്ല, വഅയ്യദഹു ബഅദുൽ മുതഅഖിരീന ബിജവാസിൽ വസിയ്യതി ബിഇമാറത്തി ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന ലിമാ ഫീഹി മിൻ ഇഹ്യാഇ സിയാറത്തി വത്തബറുകി. മാത്രം പോരാ, മുൻഗാമികളായ പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മഖ്ബറകൾ പരിപാലിക്കാം, അതിനുവേണ്ടി വസിയ്യത്ത് ചെയ്യാം. കാരണം എന്തേ? അതിലൂടെ സിയാറത്തിന്റെ ഇഹ്യാ ജീവിപ്പിക്കൽ അവിടെയുണ്ട്, അവിടെ ബറക്കത്തെടുക്കലുണ്ട്. അത് പറ്റുമെന്ന് വരെ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം നബവിയുടെ ആ മത്തിന് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിലൂടെ വിശദീകരിക്കുന്നത്. പറ്റൂല പറ്റൂല എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഖബറുകളാണ്, അമ്പിയാക്കന്മാരുടെ ഖബറല്ല, ഔലിയാക്കന്മാരുടെ ഖബറല്ല, സ്വാലിഹീങ്ങളുടെ ഖബറല്ല. നിഹായത്തുൽ മുഹ്താജിന്റെ 3-ാമത്തെ വോള്യം 41-ാമത്തെ പേജിൽ പറയുന്നു ഇതേ വിഷയം തന്നെ. ശാഫിഈ മദ്ഹബ് വിശദീകരിക്കേണ്ടത് ഞങ്ങളാ, എട്ടും പൊട്ടും തിരിയാത്ത നിങ്ങളല്ല. ഇമാം നബവിയുടെ ഇബാറത്ത് കൊണ്ടുവന്നിട്ട് പച്ചക്കള്ളം ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ, അമ്പിയാക്കന്മാരെ കുറിച്ചും ഔലിയാക്കന്മാരെ കുറിച്ചുമാണെന്ന് ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇത് ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹുവിന്റെ ബുജൈരിമി ഹാശിയത്തുൽ ബുജൈരിമിയാണ്. ഇതിലും ബഹുമാനപ്പെട്ടവർ വ്യക്തമായി കൊണ്ട് പറയുന്നു. എന്താ പറയുന്നു? മഹല്ലു ദാലിക, അപ്പറഞ്ഞതിന്റെ സ്ഥാനം മാലം യകുനിൽ മയ്യിതു മിൻ അഹ്ലി സ്വലാഹി, നന്മയുടെ സ്വലാഹിന്റെ വിലായത്തിന്റെ ആൾക്കാരാകാതിരിക്കുമ്പോഴാണ്. ഖബറടക്കം ചെയ്യപ്പെട്ട മയ്യിത്ത് സ്വലാഹിന്റെ ആള് അല്ലെങ്കിലാണ് ബിനാ പറ്റൂല എന്ന് പറഞ്ഞത്, ഖുബ്ബ പറ്റൂല എന്ന് പറഞ്ഞത്, എടുപ്പ് പറ്റൂല എന്ന് പറഞ്ഞത്. വമിൻ സമ്മ, അക്കാരണം കൊണ്ട് തന്നെ ജാസത്തിൽ വസിയ്യത്തു ബിഇമാറത്തി ഖുബൂരി സ്വാലിഹീന ലിമാ ഫീ ദാലിക മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി. ബുജൈരിമിയുടെ 1-ാമത്തെ വോള്യം 496-ാമത്തെ പേജിലും കാണാം. അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ മക്ബറകളാണെങ്കിൽ അതിന് എന്തു പറ്റും? ഇമാറത്ത് വരെ പറ്റും. എങ്കിൽ പിന്നെ പറ്റൂല എന്ന് പറഞ്ഞത് സാധാരണക്കാരുടെ ഖബറുകളാണ്, അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ ഖബർ അല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു ഹാശിയത്തുൽ ബുജൈരിമിയുടെ 1-ാമത്തെ വോള്യം 496-ാമത്തെ പേജിലൂടെ പഠിപ്പിക്കുന്നതായി കാണാം. മാത്രമാണോ ഇത്? ഏതാ? ഹാശിയത്തു തുഹ്ഫ, തുഹ്ഫത്തുൽ മുഹ്താജ്. ഇതാണ് അതേ ശാഫിഈ മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥം. ആ തുഹ്ഫത്തുൽ മുഹ്താജിലൂടെ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇതിന്റെ 7-ാമത്തെ വോള്യം 5-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. വശമില അദമുൽ മഅസിയത്തിൽ ഖുർബത കബിനാഇ മസ്ജിദിൻ വലൗ മിൻ കാഫിരിൻ വനഹവി ഖുബ്ബത്തിൻ അലാ ഖബ്രി നഹവി ആലിമിൻ. ആലിം പോലോത്തവരുടെ മേലിൽ അല്ലാഹുവിനെ കണ്ടറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന ഔലിയാക്കന്മാരും ആലിമീങ്ങളുടെയും ഖബറിന്റെ മീതെ ഖുബ്ബയുണ്ടാക്കൽ പുണ്യകർമ്മമാണെന്ന് തുഹ്ഫത്തുൽ മുഹ്താജിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായി കാണാം. മാത്രമാണോ? ആ ഇബാറത്ത് എടുത്തുകൊണ്ട് ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, ഖബറു നഹ്ബി ആലിമിൻ ഇബാറത്തുൻ നിഹായത്തി വൽ മുഗ്നി ഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന. തുഹഫയിൽ പറഞ്ഞതെന്താ? നഹ്വു ആലിം, ആലിം പോലോത്തവരുടെ ഖബർ. അതിന്റെ വിശദീകരണത്തിൽ ശർവാനിയിൽ കാണാം, അതേ ഖുബൂറുൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന. സ്വാലിഹീങ്ങളുടെ, അംബിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ ഖബറുകൾക്ക് മീതെ ഖുബ്ബയുണ്ടാക്കാം, എടുപ്പുണ്ടാക്കാം, അതിനൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല അത് പുണ്യകർമ്മമാണെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിലൂടെ പഠിപ്പിക്കുന്നത്. ഇമാം നബവിയുടെ വാക്ക് ഇവർക്കാണോ മനസ്സിലായത്? നിങ്ങൾക്കാണോ മനസ്സിലായത്? ഇമാം നബവിയുടെ വാക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുജൈരിമിക്കാണോ മനസ്സിലായത്? നിങ്ങൾക്കാണോ മനസ്സിലായത്? ഇമാം നബവിയുടെ വാക്ക് ബഹുമാനപ്പെട്ട ഇമാം റംലിക്കാണോ മനസ്സിലായത്? നിങ്ങൾക്കാണോ മനസ്സിലായത്? മാത്രമല്ല ഇമാം നബവിയുടെ വാക്ക് ഇമാം നബവിക്ക് പോലും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇമാം നബവിയുടെ വാക്ക്
ഇമാം നബവിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇമാം നബവിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, റൗളത്തു തോലിബീൻ. ആ റൗളത്തു തോലിബീനിന്റെ 6ാമത്തെ വോള്യം 98ാമത്തെ പേജിൽ ഈ പറയപ്പെട്ട ഇമാം നവവി തന്നെ രേഖപ്പെടുത്തുന്നതായി കാണാം. വയജൂസുൽ വസിയ്യത്തു ലിഇമാറത്തി ഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ലിമാ ഫീഹാ മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി ബിഹാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു വരെ തന്റെ റൗളത്തു തോലിബീൻ രേഖപ്പെടുത്തുന്നു, അംബിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ മഖ്ബറകളിലേക്ക് ഇമാറത്തിനു വേണ്ടി വസിയത്ത് ചെയ്യാം, അത് പുണ്യകർമ്മമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യക്തമായി കൊണ്ട് റൗളത്തു തോലിബീനിൽ പഠിപ്പിക്കുന്നു. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, നിങ്ങൾ പറയുന്ന ഇമാം നവവിയുടെ ഉദ്ധരണി അതേ ഇമാം നവവി തന്നെയാണ് പറയുന്നത്. അംബിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ മഖ്ബറകളൊക്കെ പരിപാലിക്കപ്പെടണം, അതിൻ്റെ മേലെ കുബ്ബയുണ്ടാക്കണം, അത് അവിടെ ബിനാവ് വരണം, അതൊക്കെ ആദരിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. മാത്രമാണോ? ഇതേതാ കിതാബ്? തെളിവുകളൊക്കെ പറഞ്ഞാൽ ദൈർഘ്യമായി പോകും. ഇതും ഇമാം നവവിയുടെ സ്വന്തം കിതാബാ. ഇമാം നവവിയുടെ സ്വന്തം കിതാബ്. നിങ്ങളെന്താ പറഞ്ഞത്? ഇമാം നവവി പറയുന്നു കുബ്ബ പറ്റൂല, ജാറം പറ്റൂല, എടുപ്പുണ്ടാക്കാൻ പറ്റൂല. ആ ഇമാം നവവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 2ാമത്തെ വോള്യം 131ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഖബ്റു അബീ ഉബൈദ എന്ന് പറഞ്ഞിട്ട് വഅലാ ഖബരിഹി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിലുണ്ട് മിനൽ ജലാലത്തി, ബഹുമാനപ്പെട്ടവരോട് യോജിച്ച സ്ഥാനത്താൽ ബഹുമാനപ്പെട്ട സ്വഹാബിയോട് യോജിച്ച ഖുബ്ബ ആ ഖബറിന്റെ മുകളിലുണ്ട്. വഖദ് സുർതുഹു, ഞാൻ ആ ഖബർ സന്ദർശിച്ചിരിക്കുന്നു. ഫറഅയ്തു ഇൻദഹു അജബാ, ആ ഖബറിന്റെ സമീപത്ത് വല്ലാത്ത അത്ഭുതങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാരാ പറയുന്നത്? ഇമാമുന നവവി. നിങ്ങൾ തെളിവുദ്ധരിച്ച, എടുപ്പുണ്ടാക്കാൻ പാടില്ല എന്ന് തെളിവുദ്ധരിച്ച ആ ഇമാം നവവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 2ാമത്തെ വോള്യം 131ാമത്തെ പേജിൽ എടുപ്പിന്റെ കുബ്ബയുടെ മഹത്വം വിവരിക്കുകയാണ്. അപ്പൊ ഇമാം നവവിക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് സ്വന്തം പറഞ്ഞ വാക്കുപോലും മനസ്സിലായിട്ടില്ല എന്നാണോ? അതാണ് സാധാരണക്കാരുടെ ഖബറെന്ന് വെച്ചു കൊടുക്കണം. ഇത് സ്വഹാബിയുടെ ഖബറാണ് മാത്രമാണോ? ഇത് 1ാം വാള്യം അതേ ഗ്രന്ഥത്തിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 1ാമത്തെ വോള്യം. ഈ 1ാമത്തെ വോള്യത്തിൽ ഇമാം നവവി, ഏതാ ഇമാം നവവി? എടുപ്പുണ്ടാക്കാൻ പാടില്ല, കുബ്ബുണ്ടാക്കാൻ പാടില്ല, അത് അനിസ്ലാമികമാണ്, അത് ഹറാമിലേക്ക് പോകും, അത് പച്ച ശിർക്കിലേക്ക് പോകും, അത് പഴുത്ത ശിർക്കിലേക്ക് പോകും, അത് ചെറിയ ശിർക്കിലേക്ക് പോകും എന്നൊക്കെ പഠിപ്പിച്ചു എന്ന് ദുർവ്യാഖ്യാനം നിങ്ങൾ നടത്തിയ ആ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 1ാമത്തെ വോള്യം, ആ 1ാമത്തെ വോള്യത്തിന് 269ാമത്തെ പേജിൽ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വഅലാ ഖബരിഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അറബി അറിയാമെങ്കിൽ ഒന്ന് അർത്ഥം വെക്കണം കേട്ടോ. വഅലാ ഖബരിഹി, ശുഐബ് നബിയുടെ ഖബറിന്റെ മുകളിലുണ്ട് ബിനാഉൻ. വഅലാ ഖബരിഹി ബിനാഉൻ, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ മുകളിൽ എടുപ്പുകളുണ്ട്, എടുപ്പുണ്ട്. വഅലൈഹി വഖഫുൻ, ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ സമീപത്ത് തന്നെ ചില സ്ഥലങ്ങളെ വഖഫ് ചെയ്തിട്ടുമുണ്ട്. വയഖ്സിദുഹു നാസു മിനൽ മവാളിഇൽ ബഈദത്തി ലിസിയാറത്തി വതബറുകി വബില്ലാഹി തൗഫീഖു, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ സിയാറത്ത് ചെയ്യുവാൻ ആ പരിശുദ്ധമായ മഖ്ബറയിലേക്ക് ജനങ്ങൾ വരുന്നു. ശിഹാബ് ചോറ്റൂർ അജ്മീറിലേക്ക് പോയതുപോലെ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ആ ഖുബ്ബയുള്ള, ആ ബിനാഉള്ള ആ ഖബറിന്റെ സമീപത്തേക്ക് മുസ്ലിമീങ്ങൾ ഒഴുകുകയാണ്. ഇതാരാ രേഖപ്പെടുത്തിയത്? നിങ്ങളിപ്പോൾ തെളിവുദ്ധരിച്ച ഇമാമുന നവവിയുടെ തഹ്ദീബിന്റെ 1ാമത്തെ വോള്യം 269ാമത്തെ പേജിൽ കാണാം. ഇമാം നവവി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വഹാബി, നിങ്ങൾ മൂടി വെച്ചതാണ്, നിങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല മാത്രമാണോ? ഇനിയും കേൾക്കണോ? ഇതിന്റെ 109ാമത്തെ പേജ് നിങ്ങളെ വിടൂല.
നിങ്ങൾ പെട്ടു. ഇതിനൊക്കെ മറുപടി പറയാതെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചലിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയണം. ഇമാം നവവിയെ രേഖപ്പെടുത്തുന്നു. ഞാൻ പറയട്ടെ, ഇമാം നവവി ഒരു ഭാഗത്ത് മക്ബറകൾ അഥവാ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വഹാബത്തിന്റെ ഖബറിന്റെ മീതെയുള്ള കുബ്ബകളൊക്കെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേറെ കിതാബിൽ ആ കുബ്ബകൾ മഹത്വം പറയുമോ? ആ കുബ്ബകൾ നല്ല കുബ്ബയാണെന്ന് പറയുമോ? ഞാൻ സിയാറത്ത് ചെയ്തെന്ന് പറയുമോ? എങ്കിൽ പിന്നെ മനസ്സിലാക്കണം, അപ്പറഞ്ഞത് സാധാരണക്കാരുടെ കുബ്ബകൾ, സാധാരണക്കാരുടെ ഖബറിന്റെ മീതെയുള്ള എടുപ്പുകൾ. ഈ പറയുന്നത് അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ. നമ്മുടെ ചർച്ച സാധാരണക്കാരുടെ ഖബറുകളല്ല. നമ്മുടെ ചർച്ച അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ ഖബറുകളാണ്. 109-ാമത്തെ പേജ് കേട്ടോ. ആരെക്കുറിച്ചാ? വദുഫിന ബിൽ ബഖീഇ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, വദുഫിന ബിൽ ബഖീഇ, ജന്നത്തുൽ ബഖീഇലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ മറമാടപ്പെട്ടത്. വഖബ്റുഹു മശ്ഹൂറുൻ, ബഹുമാനപ്പെട്ടവരുടെ ഖബർ എല്ലാവർക്കും അറിയാം. വഹാബികളല്ലാത്ത എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ ഖബർ അറിയാം. അലൈഹി ഖുബ്ബത്തുൻ, അർത്ഥം വെക്കി, അലൈഹി ഖുബ്ബത്തുൻ, ആ ഖബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ടെന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 1-ാമത്തെ വോള്യം 109-ാമത്തെ പേജിൽ കാണാം. ഇമാം നവവിക്ക് മനസ്സിലായില്ലേ? ഇമാം നവവി പറഞ്ഞ വാക്ക് ഇമാം നവവിക്ക് പോലും മനസ്സിലായില്ല. പിന്നെ മനസ്സിലായതാരാ? എനിക്ക് മാത്രം. സിന്ദാബാദ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ഇമാം നവവി പറഞ്ഞ വാക്ക് ഇമാം നവവിക്ക് പോലും മനസ്സിലായില്ല. പിന്നെ ഇമാം റംലിക്ക് മനസ്സിലായില്ല, ഇമാം ഉജൈരിമിക്ക് മനസ്സിലായി. അവരൊക്കെ പറയുന്ന സാധാരണക്കാരുടെ ഖബറുകളാണ്, അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ഖബറുകളല്ല. കാരണം ഇമാം നവവി തന്നെ അമ്പിയാക്കന്മാരുടെയും സ്വഹാബത്തിൻ്റെയും ഔലിയാക്കന്മാരുടെയും ഖബറുകൾക്ക് മീതെയുള്ള എടുപ്പുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതായി. ഇനിയും കേൾക്കണോ? 140-ാമത്തെ പേജ്. സമയമില്ല. 140-ാമത്തെ. ഇതൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് എന്തിനാ? ഇമാം നവവി പറഞ്ഞത് സാധാരണക്കാരുടെ ഖബറുകളാണെന്ന് വ്യക്തമായി ഇമാം റംലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഉജൈരിമി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹജനിൽ ഹൈത്തമി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ 140-ാമത്തെ പേജിൽ വ്യക്തമായി കാണാം. വഖബ്റുഹു, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ മശ്ഹൂറുൻ ഇൻദഹും ഫീ ഖറിയത്തിൻ ബിഖുർബി നവാ, എന്റെ നാടാകുന്ന നവ എന്ന നാടിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് അയ്യൂബ് നബിയുടെ ഖബറുള്ളത്. അലൈഹി മശ്ഹദുൻ, അലൈഹി മശ്ഹദുൻ. ഒന്ന് അർത്ഥം വെക്ക് വഹാബി. അലൈഹി മശ്ഹദുൻ, ആ ഖബറിന്റെ മുകളിൽ ജാറമുണ്ട്. വ മസ്ജിദുൻ, തൊട്ടടുത്ത് പള്ളിയുമുണ്ട്. ജാറവുമുണ്ട്, പള്ളിയുമുണ്ട്. ജാറവുമുണ്ട്, പള്ളിയുമുണ്ട്. ഇമാം നവവി അൽ മജ്മുഅയിൽ പറ്റൂല എന്ന് പറഞ്ഞു. ഇമാം നവവി ശറഹ് മുസ്ലിം പറ്റൂല എന്ന് പറഞ്ഞു. ആ പറ്റൂല എന്ന് പറഞ്ഞത് സാധാരണക്കാരുടെ ഖബറുകളാണ്. എമ്പാടും തെളിവുകൾ ഉദ്ധരിക്കാനുണ്ട്. ഇമാം നവവി തന്നെ ഈ കിതാബുകളിൽ എത്രയോ ഖബറുകളെ കുറിച്ച് പറയാറില്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യക്തമായി കൊണ്ട് പറയുന്നു, വഖബ്റുഹു റഹിമഹുല്ലാഹ് തആല ബിമിസ്റ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖബർ മിസ്റിലാണ്. അലൈഹി മിനൽ ജലാലത്തി വലഹു മിനൽ ഇഹ്തിറാമി മാ ഹുവ ലായിഖും ബിമൻസിബി ദാലിക്കൽ ഇമാം. ബഹുമാനപ്പെട്ടവരുടെ മഹത്വത്തിനോട് യോജിച്ച, ആ സ്ഥാനമാനങ്ങളോട് യോജിച്ച രൂപത്തിലാണ് ആ ഖബർ അവിടെയുള്ളതെന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 1-ാമത്തെ വോള്യം 52-ാമത്തെ പേജിൽ പറയുന്നു. അതുകൊണ്ട് ഈ വഹാബി, കിതാബ് തിരിയാത്ത വഹാബി, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമുൻ നവവി പറഞ്ഞ ബിനാ പറ്റൂല എന്ന് പറഞ്ഞത്, ഖുബ്ബ പറ്റൂല എന്ന് പറഞ്ഞത്, ബാക്കിയുള്ളതൊന്നും പറ്റൂല എന്ന് പറഞ്ഞത്, അതൊക്കെ സാധാരണക്കാരുടെ ഖബറുകളാണ്. അമ്പിയാക്കന്മാരുടെ ഖബറുകളും ഔലിയാക്കന്മാരുടെ ഖബറുകളും ഇതിൽ നിന്ന് പുറത്താണ്, ഇതിൽ നിന്ന് പുറത്താണ്. അതിൽ കെട്ടിടങ്ങൾ പറ്റും, ഖുബ്ബകൾ പറ്റും, ബിനാ പറ്റും. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ തന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ മാത്രമാണോ?
മാത്രമാണോ, ഇതാരാ? മുല്ല അലിയുൽ ഖാരി. ആ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു തന്റെ മിഷ്കാത്തിന്റെ ശറഹിൽ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നതായി കാണാം. ഇതേ ഹദീസ് വിശദീകരിച്ചു. ഏത് ഹദീസ്? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറയുന്നു, വഖദ് അബാഹസ് സലഫു. എന്താ അർത്ഥം? വഖദ് അബാഹസ് സലഫു, മുൻഗാമികൾ ഹലാലാക്കിയിരിക്കുന്നു, അൽ ബിനാഅ, എടുപ്പുകൾ ഉണ്ടാക്കുന്നതിനെ. എവിടെ? അലാ ഖബറിൽ മശായിഖി, മശായിഖുമാരുടെ ഖബറിന്റെ മുകളിലും, വൽ ഉലമായി, പണ്ഡിതന്മാരുടെ ഖബറിന്റെ മുകളിലും എടുപ്പുണ്ടാക്കുന്നത് സലഫ് അംഗീകരിച്ച വിഷയമാണ്. അൽ മശ്ഹൂരീന, അറിയപ്പെട്ട മശായിഖ് ആലിമീങ്ങൾ, അവരുടെ ഖബറിന്റെ മീതെ എടുപ്പുണ്ടാക്കാം. ലിയസൂറഹുമുൻ നാസു വയസ്തരീഹു ബിൽ ജുലൂസി ഫീഹി, അവിടെ ഇരുന്നു കൊണ്ട് ജനങ്ങൾ റാഹത്തെടുക്കുവാൻ വേണ്ടിയും ജനങ്ങൾ സിയാറത്തെടുക്കു ചെയ്യുവാൻ വേണ്ടിയും അതേ മശായിഖുമാരുടെയും ആലിമീങ്ങളുടെയും ഖബറിന്റെ മീതെ എടുപ്പെടുക്കൽ അനുവദനീയമാണ്. അത് സലഫിന്റെ സ്വഭാവമാണെന്ന് മുല്ല അലിയുൽ ഖാരി മിർഖാത്തിലൂടെ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇവർക്കൊന്നും മനസ്സിലായില്ല ഇമാം നബവിയുടെ വാക്ക്, അല്ലേ? മുല്ല അലിയുൽ ഖാരിക്ക് മനസ്സിലായില്ല. ആ വാക്ക് പറഞ്ഞ ഇമാം നവവിക്ക് മനസ്സിലായില്ല, ഇമാം റംലിക്ക് മനസ്സിലായില്ല, അതെ ഇബ്നു ഹജർ ഹൈതമിക്ക് മനസ്സിലായില്ല, ഇമാം ബുജൈരിമിക്ക് മനസ്സിലായില്ല. മനസ്സിലായതോ എനിക്ക് മാത്രം. വിവരമില്ലാത്ത മൗലവി, നിങ്ങൾ എവിടുന്ന ധൈര്യമുണ്ടോ? ഈ കിതാബുകളൊക്കെ പരതിയിട്ട് നിങ്ങൾക്ക് ഗണ്ണിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളോട് ആരാ പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ ഖബറാണെന്ന്, ഔലിയാക്കന്മാരുടെ ഖബറാണെന്ന്? അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറുകളാണെങ്കിൽ ഈ പറയപ്പെട്ട ഉദ്ധരണികൾ, ഈ ഇമാമി, ഇതൊക്കെ ശാഫിഈ മദ്ഹബല്ലേ? ഇമാം നബവിയുടെ വാക്ക് ഉദ്ധരിക്കേണ്ട പിൽക്കാലത്തുള്ള ശാഫിഈ പണ്ഡിതന്മാരല്ലേ? ആ ഇമാം നബവിയുടെ വാക്കുകൾ പിൽക്കാലക്കാരായ ശാഫിഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നു അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറുകൾ ഇതിൽ നിന്ന് പുറത്താണ്. മാത്രമല്ല ഹാഷിയത്തു ശർഖാവിയിൽ ഇമാം ശർഖാവി തങ്ങൾ പറയുന്നു, വയുസ്തസ്നാ, ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. ഇപ്പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. ഖുബൂർ നഹ്വി സ്വാലിഹീന, സ്വാലിഹീങ്ങൾ പോലോത്തവരുടെ ഖബറുകൾ, കല്ലംബിയാഇ വശുഹദാഇ, അമ്പിയാക്കന്മാരെ പോലെ ശുഹദാക്കളെ പോലെ സ്വാലിഹീങ്ങളുടെ ഖബറിനെ ഇപ്പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. ഫയജൂസു, അപ്പോൾ അനുവദനീയമാണ്. ബിനാഉഹാ, ആ ഖബറുകൾക്ക് എടുപ്പുണ്ടാക്കുന്നത് അനുവദനീയമാണ്. ലിഇഹ്യാഇ സിയാറത്തി വത്തബറുക്കി, സിയാറത്തിനെയും ബറക്കത്തെടുക്കുന്നതിനെയും ഹയാത്താക്കാൻ വേണ്ടി അവിടെ എടുപ്പുണ്ടാക്കൽ അനുവദനീയമാണ്. കാലബഅ്ലുഹും, ചില ഫുഖഹാക്കൾ പറഞ്ഞു, വലൂബി ഖുബ്ബ, അവിടെ ഖുബ്ബ പണിതിട്ടാണെങ്കിലും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മസാർ മഖ്ബറകൾക്ക് മീതെ അവിടെ എടുപ്പുണ്ടാക്കൽ അനുവദനീയമാണെന്ന് ഹാഷിയത്തു ശർഖാവിയുടെ അതേ 1-ാമത്തെ വോള്യം 354-ാമത്തെ പേജിൽ കാണാം. അതുകൊണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, ഇനി നിങ്ങൾ അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഹദീസും കൊണ്ടുവന്നിട്ട് ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ദുർവ്യാഖ്യാനിക്കാൻ നടന്നാൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കേൾക്കുന്ന, ഈ വീഡിയോ പഠിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ പച്ച നുണയാണ്, കല്ലുവെച്ച നുണയാണ്. നിങ്ങളുടെ വാദം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്തതാണ്, ഞങ്ങളത് തോട്ടിലേക്ക് വലിച്ചെറിയുന്നു. ഇമാം നവവി പറഞ്ഞത് സാധാരണക്കാരുടെ ഖബറുകളെ കുറിച്ചാണ്. അത് തന്നെയാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ചെയ്തു പോരുന്നതും. പക്ഷേ നമ്മുടെ ചർച്ച അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മഖ്ബറകളെ കുറിച്ചാണ്. ഇനി നമ്മുടെ മൗലവിയുടെ 5-ാമത്തെ കളവ്, ഓരോന്ന് വിശദീകരിക്കുവാൻ വേണ്ടി വിചാരിച്ചാൽ, തീരുമാനിച്ചാൽ സമയം ദൈർഘ്യമായി പോകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി പഠിക്കണമെന്നാണ് എപ്പോഴും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി മൂപ്പര് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഫാഉ സഖാമിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മജ്മൂ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, 2 സനദിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ആ 2 സനദും ളഈഫാണ് പോലും. ഏതാണ് ഹദീസ്? മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. അതൊന്ന് ആദ്യം കേട്ടു നോക്കുക.